ഇതിപ്പോ അവന്മാർ ഒട്ടിച്ചതും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഹെഡ്ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമായി. അവര് മാറി തരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കൊണ്ടുപോയി നോക്കിട്ട് വരാം. കേട്ടോ, ഇവിടുന്ന് ഇതിങ്ങനെ ഒടിഞ്ഞു പോയി. മാറി തന്നായിരുന്നെങ്കിൽ 2 മാസം ആയിട്ടുള്ളൂ ഞാൻ ഇത് വാങ്ങിയിട്ട്. അപ്പൊ പിന്നെ അവര് മാറി തരണ്ടേ. അവര് ബോട്ടിന്റെ കമ്പനിയെ വിളിച്ചു ചോദിക്കാന്നൊക്കെ പറയുന്നത്. അതായിരിക്കും സംഭവം. നമ്മൾ ബലം പ്രയോഗിച്ച് ഓടിച്ചല്ലെന്ന് അവർക്ക് അറിയാം. ഇത് അവന്മാർ ഒട്ടിച്ചതും ഇല്ല, ഒന്നുമില്ല. അവന്മാർ മെനക്കെടുത്തായിരുന്നു. 10:15 ഞാൻ അവിടെ ചെല്ലുന്നു. 10:15 ചെന്ന് ഒരു അരമണിക്കൂർ അവന്മാരത് നോക്കിക്കൊണ്ടിരുന്നു, ഇതിനകത്ത് നോക്കിക്കൊണ്ടിരുന്നു. അവർക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നു വിട്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോകാനേ. ഒരു 2-2.5 മണിക്കൂർ നമ്മളെ സമയം കളഞ്ഞ അവന്മാർ. ഇതിനകത്ത് നോക്കാം, ഇതിനകത്ത് അവന്മാർ ഗമ്മ ഒട്ടിച്ചിട്ടില്ല, ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഇത് കണ്ടറിയാം, ഒന്നും ഒട്ടിച്ചിട്ടില്ല അവന്മാർ. അവർ പറഞ്ഞത് ഒട്ടിച്ച്. ഇതാ പയ്യൻ വിളിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോഴും കിട്ടത്തില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയത് പള്ളിമുക്ക്, നമ്മുടെ പള്ളിമുക്ക് ഓക്സിജനിലാണ് കൊണ്ടുപോയത്. എടുക്കാൻ നേരം അവന്മാർ ഭയങ്കര ഇതാണ്. പക്ഷേ ഇത് ഒരു ഡാമേജ് വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് അത് മൈൻഡ് പോലും ചെയ്തില്ല. കുറ്റം പറഞ്ഞല്ല, സംഭവം മെനക്കെടുത്തല്ലേ ഇത്ര സമയം. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അങ്ങ് പോകും. ഇതിപ്പോൾ അവന്മാർക്ക് ബോട്ടിന്റെ കമ്പനിയിലോട്ട് അയച്ചു കൊടുത്ത് ഇപ്പോൾ അവരത് ഫിസിക്കൽ ഡാമേജ് ചെയ്ത് തരത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒട്ടിച്ച് തരണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവന്മാർ ഒട്ടിക്കുമ്പോൾ അത്രയും വൃത്തിയായിട്ടിരിക്കുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഒട്ടിച്ചത് കുളവാക്കണ്ടല്ലോ, അപ്പോൾ ഒട്ടിച്ച് തരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് പോയിട്ട് 1 മണിക്കൂറായിട്ട് അവന്മാർ ഇത് കൊണ്ടുവരുന്നില്ല. ഹോൾഡ് ചെയ്യുക, അത് രാത്രി വരെ 7 മണിക്ക്. ഇത് ഈ പശ ഒഴിച്ചിട്ട് പോലുമല്ലോ അവന്മാർ. നോക്കേ, അത് ഇത്രയും സമയം അവിടെ ഇരുന്ന് 10, 11, 12, 12 2.5 മണിക്കൂർ അങ്ങാണ്ട് അടുപ്പിച്ചായി. ഇത്രയും സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അവന്മാർ. എന്നിട്ട് ഒരു പറയും ചെയ്തില്ല അതിനകത്ത്. അവര് പറഞ്ഞു സോൾഡ് ചെയ്ത് തരാം, 7 മണി ഞാൻ പറയാം. 7 മണിക്ക് തൊലിക്കാൻ ഇനിയും ഉണ്ടാക്കാനല്ലേ ഇനി പോകുന്നവരൊക്കെ. ഒരു സാമാനം പോയി ആരും എടുക്കരുത്, ഉള്ളതേ പറയാം. അതേ സമയത്ത് ഞാനിപ്പോൾ ഒരു ഐഫോൺ എന്തെങ്കിലും എടുക്കാൻ പോയെങ്കിൽ ഇപ്പോൾ അവന്മാരെ ഓടിച്ചാടി വീണാലെല്ലാം കൂടി. ഇതിപ്പോൾ നമ്മൾ അവന്മാരെ ഇന്ന് എടുത്ത സാധനം അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയത് തിരിച്ചവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവന്മാർ ഒരു മൈൻഡും ഇല്ല. ഇറങ്ങാണ്ട് ഉണ്ട്, അല്ലാതെ വേറെ കസ്റ്റമർ ഒന്നും അവിടെ ഇല്ല വലുതായിട്ട്. ഇത്രയും വലിയ ഷോറൂം 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആളില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാൻ ചെയ്തില്ല, അത് ഉച്ചയൊക്കെ കഴിയും ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. അപ്പം തിരക്കില്ല, ഒന്നാമത്തെ കാര്യം തിരക്കില്ല. ഇവന്മാർക്ക് ഇത് ക്ലിയർ ചെയ്ത് തരാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറയല്ലേ, ഇവന്മാർ ഗ്യാരണ്ടി ഒക്കെ പറയും. ഇവന്മാർ ഈ സാധനം പർച്ചേസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉന്മേഷമായിരിക്കും. പക്ഷെ ഇതിന് ഒരു കംപ്ലൈന്റ് വരുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു 3-4 വട്ടമായിട്ട് ഓടിക്കും. അറിവിൽ എനിക്കിപ്പോൾ ഒരു ഇത് വന്നിട്ടുള്ള ഓക്സിജനിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അല്ല, ഞാൻ ഇതിനകത്ത് വീഡിയോ എടുത്ത് ഇമ്മാരെ വെച്ചൊരു കണ്ടന്റ് അങ്ങനത്തെ സാധനമൊന്നും അല്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെ പോയി അമ്മരെ വിളിച്ച് സംസാരിച്ചു, അമ്മര് ചെല്ലാൻ പറഞ്ഞു, അങ്ങനെ ചെന്ന് പോയതാണ്. പക്ഷെ ഇമ്മാരെ നമ്മളോട് കാണിച്ച പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും വളരെയധികം സന്തോഷമായി. പോയ കാര്യമൊന്നും നടന്നതുമില്ല, അത് തിരിച്ചു കൊണ്ടുവന്നു.